from officers on duty. മുപ്പത് വർഷത്തിന് ശേഷമാണ് തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞു. മടിയാ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് സാധാരണ വരാറില്ല. ചാപ്പച്ചൻ ഞങ്ങളൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതുവരെ കാണുന്ന ക്യാരക്ടർ. അമ്മ ഞെട്ടിപ്പോയി. എന്ത് തോന്നി ഈ ഒരു ക്യാരക്ടർ കണ്ടപ്പോ? കണ്ടിട്ടില്ലാത്തൊരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ. പോട്ടെ, പണ്ടൊക്കെ കാണാൻ നല്ല മൊബൈൽ കാണും. പോട്ടെ, ബൈ. ഭയങ്കര നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഞങ്ങളൊക്കെ ചാക്കോച്ചൻ ശരിക്കും ഞെട്ടിച്ചോളാം ഈ ക്യാരക്ടറില്. പ്രേജ് ഞെട്ടിയോ? പടം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനത്തെ സിനിമയാണെന്നുള്ളത് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. അത് വലിയ പ്രതീക്ഷയിലാണ് വന്നത്. അതിനപ്പുറമാണ് ഈ സിനിമ. ചാക്കോച്ചൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ചാക്കോച്ചൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും അണിയറയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും വർക്ക് വളരെ വളരെ ബെസ്റ്റാണ്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ട്. ഒരുപാട് സന്തോഷം. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട്, ഇത് കുറെ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്താണ്. പക്ഷെ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് നിന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം, ഏറ്റവും നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി സ്വീകരണം തന്നതിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിൽ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ഒക്കെ ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. സോ അവരുടെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. ഒരു നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ മാത്രമാണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരും കൂട്ടിയിരുന്ന് കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ്. അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ്. ആ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയമില്ല, അല്ലെങ്കിൽ വാക്കുകളില്ല. താങ്ക് യു. ആദ്യം കട്ട വില്ലത്തികളും ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. പുതുമുഖ സംവിധായകനാണ്, പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിത്തോഷയുടെ സംവിധായകൻ ഷാഹി കബറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ബാനറിൽ സിബി ചാവറയും രഞ്ജിത് നായരും അതിന്റെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചമൻ ചാക്കു എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷേട്ടനും മനോജ് കെയും ഒക്കെയാണ്. പക്ഷെ അവരോട് എല്ലാവരോടും ഉള്ള നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക. താങ്ക് യു വെരി മച്ച് ഫ്രം അവർ ഹാർട്ട്. താങ്ക് യു. ആരെങ്കിലും അണിയറയിലൊക്കെ നിൽക്കുന്ന ജിത്തു ഉൾപ്പെടെ എല്ലാവരും, നമ്മുടെ ഷാഹി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരോടൊപ്പം വലിയൊരു ഫുൾ നിറഞ്ഞ സദസ്സിലാണ് സിനിമ കണ്ടത്. അതിഗംഭീര ഒരു സിനിമയാണ്. വർത്തമാനകാലത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.